നമസ്കാരം. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കൾക്ക് സ്വാഗതം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അഴിച്ചുവിട്ടിരിക്കുകയാണ് കേരളത്തിലെ രണ്ട് പ്രബലമായ സമുദായ സംഘടനകൾ. ഒന്ന് NSS, മറ്റൊന്ന് SNDP. ഈ രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ രണ്ട് സംഘടനകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു നായർ ഈഴവ ഐക്യം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഒരു സമുദായ സംഘടനയുടെ ചെയർമാൻ കൂടിയായ താങ്കൾ, അതായത് VSDP എന്ന് പറയുന്ന വൈകുണ്ഠസ്വാമി ധർമ്മപരിപാലന യോഗം, അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ചെയർമാൻ കൂടിയായ താങ്കൾ ഈ ഒരു നായർ ഈഴവ ഐക്യത്തെ, ഹിന്ദു സംഘടനകളുടെ ഐക്യത്തെ എങ്ങനെ കാണുന്നു? നായരീഴവ ഐക്യം മാത്രമല്ല, നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് അവർ പറയുന്നത്. നേരത്തെ ഒരിക്കൽ ഇതുപോലെ പരിശ്രമിച്ചിരുന്നു. ആ സമയത്ത് ചില സംവരണം അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തട്ടി അതങ്ങ് പോയി. അത് തകർക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് നേതാക്കൾ ഒരേ തരത്തിൽ മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതിൽ സമാനമായി ചിന്തിക്കുന്ന ഒരുപാട്, ഇപ്പോൾ നമ്മൾ VSDP, എന്നെ സംബന്ധിച്ചിടത്തോളം SNDP ആയാലും NSS ആയാലും രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ഗുരു സ്ഥാനത്തുള്ളവരാണ് രണ്ടുപേരും. അവരുടെ ദീർഘവീക്ഷണത്തിലുള്ള തീരുമാനങ്ങൾ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർശ്വവൽക്കരിക്കപ്പെട്ട 70-73 സമുദായങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശബ്ദിച്ചിട്ട് ഒരിടവും കേൾക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഈ കാലഘട്ടമാണ്. ഇത്തരത്തിലെ പ്രബല സമുദായങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആശയങ്ങൾ കൂടി യോജിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നീതി കിട്ടാതെ കിടക്കുന്ന ഈ കൊച്ചു കൊച്ചു സമുദായങ്ങൾക്കും കൂടി നീതി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ രണ്ടുപേരുടെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായമല്ല. ഉള്ളപ്പള്ളി നടേശൻ എന്നൊരു വ്യക്തിയല്ല, സുകുമാരൻ നായർ ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനങ്ങളാണ്. അതെ, വെള്ളാപ്പള്ളി പറയുന്നതായാലും സുകുമാരൻ നായർ പറയുന്നതായിരുന്നാലും കീഴേ അറ്റം വരെ വാർഡ് തലത്തിൽ അനുസരിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനമുണ്ട്. അത്തരത്തിൽ ചില മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള മറ്റ് സമുദായത്തിൻ്റെ ആളുകളും ഇതുമായി യോജിക്കുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അവർ മുമ്പോട്ട് പോയാൽ VSDP അവർക്കൊപ്പം മുന്നോട്ട് പോവുകയും ഒപ്പം 19ഓളം പിന്നോക്ക സമുദായ സംഘടനയുടെയൊക്കെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അവരുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തി ഇത് ഗുണം ചെയ്യുമെന്നുള്ള രീതിയിൽ അവരുമായിട്ട് യോജിപ്പിലെത്താനുള്ള പരിശ്രമവും കൂടി നടത്തും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഹിന്ദു സമുദായ സംഘടനകൾ, ചെറുതും വലുതുമായ സമുദായ സംഘടനകൾ, അത് വിശ്വകർമ്മ സഭയുണ്ട്, പുലയർ മഹാസഭയുണ്ട്, നാടാർ മഹാജനസഭ, അത് രണ്ട് മതങ്ങളിലായിട്ടാണ് അവർ നിൽക്കുന്നത്, ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും. പക്ഷേ ഒരു നാടാർ ഐക്യം എന്ന് പറയുന്നത് അങ്ങേക്കറിയാമല്ലോ, അത് തെക്കൻ തിരുവനന്തപുരത്ത് അത് വളരെ ശക്തമാണ് താനും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടരുടെ പിന്തുണ കൂടി വന്നാൽ ഈ നായർ ഈഴവ ഐക്യം എന്ന് പറയുന്നത് അങ്ങനെ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ നായാടി മുതൽ നസ്രാണി വരെ ഉള്ളവരുടെ ഒരു ഐക്യം സാധ്യമാകും. അങ്ങനെയെങ്കിൽ ആ ഐക്യം രാഷ്ട്രീയമായി ആർക്കാണ് വെല്ലുവിളി ഉയർത്തുന്നത്? LDFനാണോ UDFനാണോ? അത് ആർക്ക് ഗുണം ചെയ്യും? BJPക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിൽ രണ്ടാശയങ്ങൾ ഇങ്ങനെ പുറത്തു വന്നതേ ഉള്ളൂ. ഇതിനൊരു രൂപവും ഇതിനൊരു അജണ്ടയും വന്നതിന് ശേഷമേ ഇതിലാളുകൾ കൂടുതലായിട്ട് സംഘടനകൾ ചേരൂ. കാരണം ഇതൊരു പൊതു അഭിപ്രായം മറ്റ് സംഘടനകളും ചർച്ച ചെയ്ത് ഒരു പൊതു അജണ്ട ഉണ്ടാക്കണം, ഇടയ്ക്ക് വെച്ച് തപ്പിപ്പോവാതിരിക്കാൻ. ഇതിൽ എല്ലാ മൂന്ന് രാഷ്ട്രീയ NDA ആയാലും അതുപോലെ തന്നെ UDF ആയാലും LDF ആയാലും ഇവർക്കൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാക്കേണ്ടി വരേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ളൊരു ദീർഘവീക്ഷണത്തിൽ ചർച്ച ചെയ്തൊരു അജണ്ട ഉണ്ടാക്കിയതിന് ശേഷം രാഷ്ട്രീയത്തിലൊക്കെ ചെന്ന് തുടങ്ങുമ്പോൾ എത്രത്തോളം മുമ്പോട്ട് ഇതിൽ പോകാൻ കഴിയും എന്നുള്ളത് പിന്നെ തന്നെ അറിയാൻ കഴിയും. എന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാർക്ക് ഈ ഹിന്ദു, ക്രിസ്ത്യൻ ഈ വിഭാഗം ആളുകളെയൊക്കെ ഇപ്പം ഗണപതി മിത്താണ്,
അതുപോലെ പറയുന്ന ഒരുപാട് ആളുകൾ കവലകളിലും ചാനലിലും ഇരുന്നങ്ങ് പറയാനുള്ള തൻ്റെ ഇടം ഈ കൂട്ടുയോജിപ്പിന് ശേഷം ഒരു രാഷ്ട്രീയക്കാരനും ഒരു അപശബ്ദം പറയാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ശക്തമായ ഹിന്ദു വോട്ട് ബാങ്ക്, ഇപ്പോൾ ഒരു സമുദായങ്ങളുടെ ഐക്യമാണെങ്കിൽ കൂടി അതൊരു ശക്തമായ വോട്ട് ബാങ്കായി മാറും. ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം കൊണ്ട് ഒരു ശക്തമായ വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ടായി വരും എന്നാണ് അങ്ങ് പറയുന്നത്. അത് ഈ മുന്നണികളുടെ ഉറക്കം കെടുത്തും എന്നാണ് സൂചന, അല്ലേ? സ്വാഭാവികമായിട്ട് ഇത് സംഘടിച്ച് ഒരു 2-4 ഘട്ടം ചർച്ചയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിനൊരു വിരാട രൂപം തന്നെ വരും. പിന്നെ ഈ രാഷ്ട്രീയക്കാർ ഈ ചവിട്ടിത്തേക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പം ചില ആളുകളെ അവരെ പ്രീണിപ്പിച്ച് നിൽക്കുന്നവർക്ക് സീറ്റ് കൊടുക്കൂ, ഒരു ഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കൂടുതൽ കൊടുക്കൂ. അതൊക്കെ മാറിയിട്ട് ഒരു പൊതുധാരണയിലേക്ക് രാഷ്ട്രീയ പാർട്ടിയും വരേണ്ടി വരും. എല്ലാവരും ഉയർന്നു വരുന്ന രീതിയിലേക്ക് ഒരു സങ്കല്പവും വരും. സ്വാഭാവികമായിട്ട് NSSും SNDP മാത്രം വിചാരിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഹിന്ദു ഭാഗത്തിനെ അടിച്ച് ഒതുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അയാൾ ഈ അസംബ്ലി കാണൂല. അത്തരത്തിലുള്ള ചെറിയ അജണ്ടകളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും. അതിനുപരി രാഷ്ട്രീയ പാർട്ടികൾ വരും പോവും, അവരുടെ അഭിപ്രായം താൽക്കാലിക കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഒരു വിഷയം, ഈ ഇതുണ്ടല്ലോ ജമാഅത്തോ ഇസ്ലാമി, അത് ഇന്ന് രാവിലെ ഞാൻ ചാനൽ ചർച്ച നോക്കിയപ്പോൾ ഇന്ന് രാവിലെയും പറയണത് കോൺഗ്രസ്സുകാർ ഇവരെയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് വർഗീയവാദികളെന്നാണ്. പക്ഷേ ഈ പറയണ ആളാരാണ്? നേരത്തെ കൊണ്ട് നടന്നവർ. ഇപ്പം കൊണ്ടു നടക്കാൻ കിട്ടാത്തതുകൊണ്ട് അടുത്തവൻ കൊണ്ടു നടന്നപ്പോൾ അതിൽ വർഗീയം കാണുന്നു. അപ്പോൾ ഇതിലൊന്നും മനസ്സിൽ ഇവർ ഒന്നും ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എനിക്ക് എന്നെ ഓർമ്മയുണ്ട്, ശംഖുമുഖത്തൊരു വലിയ പരിപാടി നടന്നു. നമ്മുടെ ഇന്ന് ജയിലിൽ കിടക്കുന്ന ശ്രീ മദനി അവിടെ വരുന്ന ഒരു പരിപാടി. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുതൽ കുറേ മന്ത്രിമാരെല്ലാം അവിടെ 2.5 മണിക്കൂർ അദ്ദേഹം വരാൻ വൈകി. വേദിയിൽ കാത്തിരുന്ന് സ്വീകരിച്ചവരാണ് ഇപ്പോൾ പറയണത് അത് ഒരു ഇസ്ലാമിക ഭീകരത കൊണ്ടുവരണം, മറ്റത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടുപേർക്കും 1000 വോട്ട് കിട്ടുമെങ്കിൽ എത്ര വലിയ തീവ്രവാദിയായിരുന്നാലും രാജ്യദ്രോഹിയായിരുന്നിരുന്നാലും ഇവർ താലോടുന്ന സ്വഭാവമാണ് LDFനും UDFനും ഉള്ളത്. ഇവിടെ അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ മുമ്പും ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇത് ഈ നായർ ഈഴവ ഐക്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി മന്നത്ത് പത്മനാഭനും R ശങ്കറും കൂടെ ഒരുമിച്ച് നിന്നു. അവർ NSSനെ SNDPയെയും അതിൽ ലയിപ്പിക്കാൻ വരെ ആലോചിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തിരുവനന്തപുരത്ത് നെടുമങ്ങാടും നെയ്യാറ്റിൻകരയിലുമൊക്കെ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് MLAമാരായി. ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നീട് അത് പൊളിഞ്ഞു പോകുന്ന, വളരെ ദുർബലമായി പൊളിഞ്ഞു പോകുന്ന കാഴ്ചയും കേരളം കണ്ടു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം, പ്രത്യേകിച്ചും ഈ നായർ ക്രിസ്ത്യൻ ഐക്യം, വിമോചന സമരത്തിൻ്റെയൊക്കെ ചരിത്രം അങ്ങേക്ക് അറിയുന്നതാണ്. അവിടെയും ഇതുപോലെ അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ അതുകൊണ്ട് സാധിച്ചെങ്കിലും പിന്നീട് അതൊന്നും ഒരു വോട്ട് ബാങ്കായി മാറി കേരളത്തിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ വരുതിക്ക് നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല. പകരം രാഷ്ട്രീയക്കാർ ഇവരെല്ലാം തമ്മിലടിപ്പിച്ച്, ഇവരെ തമ്മിൽ കലഹിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ, അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം, അവരുടെ അജണ്ടകൾ ഒക്കെ നടപ്പാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇക്കുറിയും അങ്ങനെ സംഭവിക്കുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇപ്പോൾ നമ്മൾ ISROയിൽ തന്നെ റോക്കറ്റ് വിടുന്ന എല്ലാം ഫലത്തിലെത്തുന്നില്ല എന്ന് പറഞ്ഞവർ വീണ്ടും ഉണ്ടാക്കുകയില്ലേ? ഒന്ന് മൂട്ടി വീഴുന്നാൽ അടുത്തത് അതിൻ്റെ കുറവ് പരിഹരിച്ച് അടുത്തത്, അതുപോലെ ഒന്ന് മൂട്ടി വീഴുന്നു. ആ കുറവുകൾ പരിഹരിച്ചാണ് രണ്ടാമത് അവരിപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കയറിപ്പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നത്. ഇതിൽ പ്രത്യേകം നോക്കേണ്ടത് 1073 പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിശ്വകർമ്മയാവട്ടെ ഒരുപാട്, അവർക്കൊക്കെ ഏതൊക്കെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും അവർക്കൊരു വലിയ ശക്തിയുണ്ട്. ഇത് ഒരു ചെറിയ മാല കോർക്കുന്നത് പോലെ കോർത്തിണക്കി ഒരു തീരുമാനത്തോട്ട് പോയാൽ 1075 സീറ്റ് മത്സരിച്ചാൽ പോലും ജയിക്കാം. LDFും വേണ്ട, UDFും വേണ്ട, BJPയും വേണ്ട. അല്ലാതെ ശക്തമായിട്ട് ഒരു കോർത്തിണക്കി മുമ്പോട്ട് ഇവരെല്ലാം ചേർത്ത് പിടിച്ചാൽ ഒരുപാട് പേർക്ക് സാമൂഹിക നീതി കിട്ടാത്ത സമുദായങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ സാമൂഹിക നീതി കിട്ടിയ SNDP ആവട്ടെ, NSSലുള്ളവർക്കാവട്ടെ
മറ്റുള്ളവർക്കും കൂടി വാങ്ങിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. ആ ബാധ്യത കൂടി നിറവേറ്റുന്ന രീതിയിൽ ഈ രണ്ട് ഗുരുനാഥന്മാരും മുമ്പോട്ട് നീങ്ങിയാൽ കേരളം വൈകാതെ ഭരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ മുമ്പ് പലപ്പോഴും രൂപപ്പെട്ടു വന്നിട്ട് പിന്നീട് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നു പോയ ഒരു ഐക്യമാണ് നായർ ഈഴവ ഐക്യം. അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഈ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി, പിഴവുകൾ തിരുത്തി വീണ്ടും ഒരു നായർ ഈഴവ ഐക്യത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ NSS SNDP സഹകരണം, ഐക്യം, അത് ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ മുമ്പോട്ട് വെച്ച അജണ്ട, നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഒരു ഐക്യം, ചേർച്ച, അത് പ്രാവർത്തികമാക്കുമോ ഇല്ലയോ? സാക്ഷര കേരളത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം.